എല്ലാവർക്കും രവിയേട്ടന്റെയും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ പറയുകയാണ്. നമ്മുടെ ഈ ഒരു കവിതാ യാത്ര മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും ഹൃദയത്തിലുള്ള മഹാ വ്യക്തിയാണ്, മഹാകവിയാണ് മഹാകവി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിന്റെ പുത്രനൊപ്പം 101 ദിനം കവിതയാത്ര എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം 20 ദിവസം കഴിഞ്ഞു അല്ലെ? 21ാമത്തെ ദിനം. ഇന്ന് അവതരിപ്പിക്കുന്ന കവിത ഏതാണുള്ളത്? നമുക്ക് രവിയേട്ടനോട് ചോദിച്ചാൽ. അത് കവിയുടെ കണ്ണുനീർ. അപ്പൊ ശോകം തന്നെ അർത്ഥം. അതെ, കവി ഒരുപാട് അനുഭവിച്ച ആളാണ്. ദുഃഖങ്ങളും കഷ്ടപ്പാടും എല്ലാം ഒരുപാട് അനുഭവിച്ച ആളാണ്. യാതനകളും മറ്റുള്ളവരെ പരാതികളും അങ്ങനെ ഒരുപാട് അനുഭവിച്ച ആളാണ് കവി. ഇതെഴുതിയത് പക്ഷെ അത്തരം അനുഭവങ്ങൾ കവിക്ക് സാധാരണയാണ്. ഇതെഴുതിയത് കവി ഒരു അസുഖത്തിൽ പെട്ടുപോയി ഒരിക്കലും. അദ്ദേഹത്തിന് രണ്ടും കവിത എഴുതും, എന്നാലും കവിത എഴുതും അല്ലേ? എന്നാലും കവിത എഴുതും. അങ്ങനെയാണല്ലോ. ഇതിൽ വളരെ ശക്തമായ ഒരു കവിതയാണ്. അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കിടക്കല്ലേ? അതെ 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 അതെ. പക്ഷെ ആ അനുഭവം ഉള്ളിലുണ്ടാവും, പിന്നെ ആയിരിക്കും ചിലപ്പോഴും ആ നിമിഷത്തിൽ തന്നെ ആവണമെന്നില്ല. ഓരോ കവിത ആ നല്ല ദുരനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ്. കവിയുടെ യാത്ര മുഴുവൻ അത്തരം അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സുഖത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ദുഃഖം, എനിക്ക് ദുഃഖം. പക്ഷെ ചിലർക്ക് സംശയം വരും, എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു. അതെ അതെ. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അങ്ങനെ കവിതയുടെ. അതെ അതെ അതെ. എനിക്ക് ദുഃഖം തരേന്ന് പണ്ട് പ്രാർത്ഥിച്ച പോലെ കവിയും പ്രാർത്ഥിക്കുന്ന എനിക്ക് ദുഃഖം. ആ ദുഃഖം അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, തീവ്രമായ അനുഭവങ്ങൾ. ഇത് അത്തരം ഒരു സ്ഥിരമായിട്ട് എന്തൊക്കെ അസുഖങ്ങൾ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ അസുഖങ്ങളെല്ലാം വന്നത്. അതിൽ ഒരു അസുഖം എപ്പോഴും സാധാരണ പറയാനുള്ളത് ഈ എക്കിളിന്റെ ബുദ്ധിമുട്ട്. ഈ എക്കിൾ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോ കാണുന്നവരോടൊക്കെ ഇവൻ എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറയും. ഇവൻ എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറയും. പക്ഷെ അവസാനം മരിച്ചത് അതുകൊണ്ടല്ല, എത്തേക്കെന്നൊക്കെയാന്ന് പറയുന്നത്. കാരണം തിരുവനന്തപുരത്തായിരുന്നു, നമ്മൾ മൈസൂറായിരുന്നു, ഓരോരുത്തരും ഓരോ സ്ഥലത്തല്ലേ. പെട്ടെന്ന് കഴിഞ്ഞല്ലോ. അതൊക്കെ കവി തൻ്റെ ജാതകം നോക്കി പറഞ്ഞതിൽ പറയുന്നുണ്ട്. അടുത്ത വർഷം വലിയൊരു ഇത് കിട്ടും, അവാർഡ് കിട്ടും, ജാതകം നോക്കി തലേ വർഷം. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മരിക്കും, പക്ഷെ മരിക്കുന്നത് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഒരുപാട് കിട്ടും. അന്നല്ലേ അവാർഡ് കുറവല്ലേ, എന്നാലും ഒരുപാട്. 48 എന്ന് പറയുമ്പോൾ 36ാമത്തെ വയസ്സിലല്ലേ ഭക്തകവി എന്നുള്ള അവാർഡ് കിട്ടുന്നു. അത് നീലേശ്വരത്തെ രാജാസ് ഹൈസ്കൂളില് വെച്ചിട്ടുള്ള പരിപാടി, സാഹിത്യ പരിഷത്തില്. അത് വള്ളത്തോള് ഇവരൊക്കെ ആയിരുന്നു തോന്നുന്നത്. പിന്നെ ഗുപ്തൻ നായർ മാഷുണ്ട്, കുറെ പേര്. പക്ഷെ അന്ന് കവിയുടെ അച്ഛൻ മരിച്ച ദിവസം അന്നാണ്. അത് കേട്ടിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പൊ പേരിനെ ആ ചടങ്ങിൽ കവി ആ കമ്മിറ്റിയിൽ ഒരാളായിരുന്നു. അതിൽ പങ്കെടുത്ത് ഇങ്ങോട്ട് വരികയുണ്ടായത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ച് ഈ എക്കളും അക്കൂട്ടത്തിൽപ്പെട്ട ഒരു രോഗമായിരുന്നു. അവസാനം പിന്നെ മരിച്ച വേറെ രോഗം പെട്ടെന്ന്. അപ്പോൾ ആ പറഞ്ഞ ജ്യോതിഷം പറഞ്ഞത് ഒരു കാര്യം അതും, രണ്ടാമത്തെ കാര്യം മരണം പെട്ടെന്നായിരിക്കുന്നു. പെട്ടെന്ന് കഴിഞ്ഞു സംഗതി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ സംഗതി കഴിഞ്ഞിരുന്നു തിരുവനന്തപുരത്ത്. ജാതകത്തിൽ മനസ്സിൽ അമ്മാരിയിലൊക്കെ കുറച്ച് വിശ്വാസത്തിന്റെ ആളുകളൊക്കെ ഓരോ നോക്കിപ്പിക്കും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും സ്വകാര്യമായിട്ട് എല്ലാവരും പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ അറിയുന്നവരൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ അവരുടെ മക്കളുടെ കല്യാണം നോക്കി ഇതൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. അവരവരുടെ നല്ല എവിടെയും പുറപ്പെടാനുള്ള ഒരു സന്ദർഭമൊക്കെ നോക്കുന്നത് ആരടുത്ത് പോയി ചോദിച്ചിട്ടേ അവരൊക്കെ ഒരു ജോലി എന്തെങ്കിലും നോക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നത്, അതിനൊക്കെ സമയം നോക്കിയിട്ട് ആള്
ഇപ്പൊ തുടങ്ങാറുള്ളൂ. ഏതായാലും ഇന്നത്തെ കവിത ഇന്നത്തെ കവിയുടെ കണ്ണുനീർന്നാണ്. അപ്പൊ കവി അങ്ങനെ ആ ഒരു പ്രയാസം വന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോയി, ആരുമില്ല അടുത്തൊന്നും. അപ്പോൾ വളരെ പ്രയാസത്തിൽ എഴുതിയ ഒരു കവിതയാണിത്. ആരും മടുത്തില്ല, ബാക്കിയുള്ള പരിചയക്കാരൊക്കെ അകന്നകന്നു പോകുന്നു, ഒരുപാട് പ്രയാസത്തിൽപ്പെട്ടുപോയി. താൻ താനേറ്റേണ്ടതാം ഭാണ്ഡം ഭേസും യാത്രികർ പോവതായി, എങ്ങു നിന്നെവിടേക്കെന്നോരന്തം കിട്ടാത്ത പാതയെ, വേലിയില്ലാത്ത തൊടിയിൽ കൊച്ചു വീടുണ്ടതിനകം ഇരുട്ടറയിലേക്കാകിയായി കവിക്കിടക്കയാം. സ്വർണം പൂശി മേടകളിൽ സ്വാതന്ത്ര്യോദയ ഭാസ്കരൻ, ഇരുളാണിപ്പോഴും ഗാനം മുഴക്കും കവിതൻ ഗൃഹം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എല്ലാം മെച്ചപ്പെട്ട സ്ഥിതികളും, പക്ഷെ കവിയുടെ സ്ഥിതി മോശം തന്നെയെന്ന് പറയാണ്. കലാകാരന്മാരൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതെ, രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലൊക്കെ അത് പറയുന്നത് പല സ്ഥലത്തും പറയുന്നുണ്ട്. കവി ഓരോ സ്ഥലത്ത് മനോരാജ്യം കൈയടക്കി വാഴുമാംഗ്ലേയ ഭാഷതൻ ദാസിയായി കഴിയും നാട്ടുഭാഷതൻ മകനാണിവൻ, ഒരു വേലക്കാരിയുടെ മകനായി ഞെളിയുന്നിവൻ. കറുത്ത വെള്ളക്കാർ മാറ്റി നിറുത്തി പാട്ടുകാരനെ, എവിടെ കവി ചോദിച്ചിതാരോ, കവി കിടക്കയാ ചടച്ച പേന കരയും ഭാര്യ മുക്കിലിരിക്കയാ. പേനയാണ് ഭാര്യ. അങ്ങനെയാണ് കവി പറയുന്നത്, എനിക്കൊരു ഭാര്യയുള്ളൂ, അത് എന്റെ പേനയാണ്. അതാണ് നിങ്ങളൊക്കെ അവിടെ പരിചരിക്കാൻ വേണ്ടി വന്നവരാണ്. നിങ്ങളോട് ചോദിക്കാനിരിക്കുന്നത് എന്തായിരുന്നു? അതെ അതെ, അവർക്ക് എന്താ വിഷമം എന്നുള്ളത്. പേനയാണല്ലോ, ഇത് പേനയാണ്. കവി തന്റെ പത്നിയോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ഭാര്യയുള്ളൂ, അതാരാന്നറിയോ? ആരാ? അങ്ങനെ ഉണ്ടോ? വേറും അതെന്റെ പേനയാണ്. നിങ്ങളൊക്കെ അവളെ പരിചരിക്കാൻ വേണ്ടി വന്നവരാണ്. ഇടയ്ക്കു നൽകും സർവാണി സദ്യനാടൻ പ്രമാണികൾ, അവിടം ഓർക്കളം തന്നെ ലോഭത്തിൻ ഭത്സനങ്ങളാൽ ചെലവാക്കി മെയ്ക്കൊഴുപ്പു കവി രാപകലന്നിയെ, ശ്വാസോച്ഛ്വാസം വിടും ശീമയന്ത്രങ്ങൾക്കു മെഴുക്കിടാൻ. ഭരിച്ചു വികസിപ്പിക്കും കടലാസു കഥിക്കയാം, ഭരിച്ചു വികസിപ്പിക്കും കടലാസു കഥിക്കയാം. മാനത്തു നോക്കി നാൾ പോക്കും പക്ഷിക്കില്ലിര ഭൂമിയിൽ. കവി സാറിന് പറയാനുള്ളത്, നമ്മുടെ പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുന്നു എന്നാണ്. കെട്ടിയൊരാൾ വൃക്ഷം, കൂടുകെട്ടിയൊരാൾ വൃക്ഷം വെട്ടേറ്റു നിപതിക്കവേ, കൂടുകെട്ടിയൊരാൾ വൃക്ഷം വെട്ടേറ്റു നിപതിക്കവേ, ഉറവന്റെ കിളിക്കൂട്ടിൽ ഏറ്റു ബന്ധനമിക്കവീ. വേണം കവിത പത്രക്കാർ കവർ വാതിൽക്കൽ മുട്ടിനാർ. വേണം കവിത പത്രക്കാർ കവർ വാതിൽക്കൽ മുട്ടിനാർ. അവർക്ക് ലോകമൊന്നും പ്രശ്നമല്ല, അവർക്ക് കവിത വേണം. ഉറക്കമാവാം ഏകാന്ത ചിന്താമഗ്നൻ കിടക്കയാം, തഴുതില്ലാത്തതം വാതിൽ തുറന്നിട്ടവർ നോക്കവേ, ഉറക്കമല്ല മൂർച്ഛിച്ചു കിടപ്പൂ കവിപായയിൽ. അവിടെ എന്താ സുഖമില്ലാണ്ട് മൂർച്ഛിച്ച് കൂടുതൽ അസുഖമായിട്ട് അത് അങ്ങനെ കിടക്കുക. അപ്പോഴാണ് ഇവര് കവിത വേണമെന്നും പറഞ്ഞു വരുന്നത്. വരും വസന്തമാസത്തെ വിരുന്നൂട്ടിയവനിക്കവി, പിച്ചവയ്ക്കും പ്രപഞ്ചത്തെ ചാഞ്ചാടിച്ചവനിക്കവി,
സ്വാതന്ത്ര്യത്തിൻ തേർവലിക്കാൻ കൈകഴച്ചവൻ ഈ കവി ഞാൻ ആരാണ് ഇതൊക്കെ ചെയ്ത ആളാണ് എന്നിട്ട് എന്നോടുള്ള പെരുമാറ്റം ഇങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതെ, ഇന്നേതോ കമ്പനിക്കോണിൽ കൂലി വേലയ്ക്കു നിൽക്കയാ, കാഴ്ചയിൽ ഇക്കണ്ണിനിപ്പോൾ കെട്ടുപോയി ശ്രുതി വൈഭവം, പിളർത്തു കൈവിരലുകൾ മുഖത്തെ കലമാഞ്ഞു പോയി, ചിലമ്പിട്ടാതിതാളത്തിൽ നൃത്തം ചെയ്യുന്നു മൂകമായി, ചിന്നിക്കിടപ്പുമുറിയിൽ കയ്യെഴുത്തിന്റെ താളുകൾ, എണ്ണയും തിരിയും തീർന്ന വിളക്കുണ്ടാ മുറിക്കകം, ഇളം ചൂടാം കരിഞ്ചന്തപ്പണം തിന്നുടൽ വീർത്തതാം തുകൽ സഞ്ചികൾ തൂക്കുന്ന വിദഗ്ധന്മാർ കടന്നുപോയി. അവർക്ക് പോയി കവിനെ കുറിച്ചാരും അന്വേഷിക്കുന്നില്ല. കസാലതൻ പാവകളായി വേതനം തിന്നു തേട്ടുവോർ, കടൽ കാറ്റിൽ ചൂട് പൂർത്താൻ ചാടും ജീപ്പു കടന്നുപോയി, അപായക്കുറി കാക്കുന്ന നെടും പാതയിലൂടവേ ത്രിവർണ്ണ കൊടിവാറുന്ന പുത്തൻ കാറു കടന്നുപോയി. മന്ത്രി പോയ പോലെ ഉണ്ടല്ലോ. അതെ. സ്വാതന്ത്ര്യത്തിൻ വിരുന്നുണ്ണാൻ പ്രമാണികളിരിക്കയാ, വെള്ളമില്ലാത്ത പൈപ്പിന്നു ചോട്ടിൽ ഗ്രാമങ്ങൾ നിൽക്കയാം. ഗ്രാമങ്ങളുടെ ഗ്രാമീണ ആളുകൾ നിൽക്കുമ്പോഴാണ് ഇവിടെ ഇവരുടെ സുഖാനുഭവങ്ങളാണ്. അണക്കെട്ടുകൾ മേൽപോട്ടു നോക്കി ചിന്തിച്ചു നിൽക്കവേ അവർക്ക് മുത്തം നൽകുന്ന പഞ്ചവത്സര പദ്ധതി, മരം വിഴുങ്ങും തീപ്പെട്ടി കമ്പനിക്കു കുറേശ്ശയായി തീരുവിറ്റോരു വീടിന്റെ കോണിൽ കവി കിടക്കയാം, ഇരുട്ടാം കൂട്ടുകാരന്റെ സാന്ത്വനോക്തികൾ കേട്ടിതാ മരിക്കയാം, മെല്ലെ മെല്ലെ കവി കേഴുന്നു തൂലിക, എവിടെ കവി ചോദിപ്പീരിപ്പോൾ പത്രങ്ങളെങ്കിലും വെടിയേറ്റൊരു കുയിലിൻ ചരമം ചൊല്ലി ഉത്തരം. ഇത്രയും നമുക്ക് ചൊല്ലാം അല്ലെ, പൂർത്തിയാക്കാൻ പറ്റില്ല അല്ലേ. ഇനി ഇത് മരുപൂവനമായി മാറ്റം കാവ്യ വിദ്യാധിദേവതയെ മരിക്കുകയാണ് ഉപാസിച്ച കവി, നിങ്ങൾ അറിഞ്ഞുവോ? നമസ്കാരം ഭൂതധാത്രിയെ പോയി വരട്ടെയോ. വളരെ പ്രധാനപ്പെട്ടത്. ഭൂഗോള മുറിതൻ താക്കോൽ തിരിച്ചേൽപ്പിച്ചിരുന്നു ഞാൻ, ഒരിക്കലും മറക്കില്ല വെറുതെ തന്നൊരീ മുറി, അലങ്കോലപ്പെട്ടു നിലമെങ്കിൽ നീ മാപ്പു നൽകുക, കുത്തിക്കുറിച്ചു പോയെന്തോ വെൺകളിച്ചു മരിങ്കൽ ഞാൻ, വീണ്ടും വെള്ളയടിക്കുമ്പോൾ മായുമാരേഖ കൂടിയും, രത്നഗർഭേ മറക്കാതിന്റെ മാധുരി, വാത്സല്യത്തിൻ കടമ്പാക്കി വെച്ചു പോകുന്നു ധാത്രി ഞാൻ, ഭിക്ഷാപാത്രം പോലെയാ പോയിന്നു കൈപ്പടമെങ്കിലും എന്നകത്തെ സ്വർണ്ണഖനി നിനക്കേകുന്നു ധാത്രി ഞാൻ, ആരോ വിളിക്കയാണെന്നെ, ആരോ നിൽക്കുന്നു ചന്ദ്രനിൽ, ആരോ മുദ്രകൾ കാട്ടുന്നിതാരോ പാടുന്നു വീണയിൽ, കൊണ്ടലിൻ മറ നീക്കിക്കൊണ്ടരങ്ങേറിയ ചന്ദ്രിക, തപസ്സിരിക്കും പൂമൊട്ടിൻ തല തൊട്ടു തലോടിനാൾ. ഇത്രയും. ഏതായാലും അടുത്ത കവിതമായി ഒരുപാട് നല്ല വരികൾ